hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂം കുറച്ച് ക്ലീനിങ്ങും അതുപോലെ ഇന്നെന്താ നടക്കടി എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു ഗൈസ്. കിച്ചൺ നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നാളെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് ക്ലീൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വന്ന് കിച്ചൺ ക്ലീൻ ചെയ്തു. മറ്റന്നാൾ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഞാൻ ഇതുവരെ ബുക്ക് തുറന്നിട്ടില്ല ഗൈസ്. എനിക്ക് സ്റ്റഡി ലീവ് ഒരു 14 ദിവസം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊരു ഒരു ദിവസം പോലും ബുക്ക് തുറന്നിട്ടില്ല. അതാണ് ഹൈലൈറ്റ്. എക്സാം പാസ്സാവോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇനി അത് പഠിക്കാൻ നോക്കണം. അപ്പം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല അലമ്പാണ്. വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കൂലല്ലോ, പോകുമ്പോൾ നമുക്കെല്ലാം അലമ്പാക്കി പോയിട്ട് വീട്ടിൽ ചെന്ന് പിന്നെ തിരിച്ചു വരുമ്പോൾ സെറ്റാക്കാമെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല അലമ്പാണ്. അപ്പോൾ ഞാൻ ഭയങ്കര വലിയ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് പഠിക്കുകയും കൂടി വേണം. അതുകൊണ്ട് ജസ്റ്റ് നല്ല അടുക്കി വെച്ചിട്ടുണ്ടല്ല, വെക്കാനാണ് പ്ലാൻ. ഇനിയിപ്പോൾ അതൊക്കെ ഒതുക്കിയതിന് ശേഷം എനിക്ക് കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാം. അപ്പം ഞാനധികം ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. നല്ല മഴക്കുള്ള കോളുണ്ട് ഗൈസ്. ഇവിടെ ഇടി വെട്ടുന്നുണ്ട് നല്ലപോലെ. എൻ്റെ അവസ്ഥ ഇപ്പം നിലവിൽ ഇങ്ങനെയാണ്. അതാണ് എൻ്റെ ബാഗ്. നമുക്കിനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റൂം സെറ്റാക്കി എടുക്കണം. കാരണം ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ആയി ഞങ്ങൾ വീട്ടിൽ പോയിട്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാണാനുണ്ട് റൂമിൽ. ആണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. എന്തൊക്കെയോ ഇരിക്കുന്നു. ഇതിപ്പോൾ അരിയും ഓറഞ്ചും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ടേബിൾ അല്ലാണ്ട് ഇതാണ് അവസ്ഥ. ഡ്രസ്സൊക്കെ ഇവിടെയൊക്കെ വലിച്ചു വരിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആരുടെ എന്താണെന്ന് അവാക്കറിയാം. പുറത്തൊക്കെ നല്ല മഴയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരു പണിയെടുക്കാനും തോന്നുന്നില്ല. ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഫുഡ് നമുക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറി വേഗം അരി ഇടാമെന്ന് കരുതി. അതാകുമ്പോൾ ഒരു ചെറിയ കഞ്ഞിയായിട്ടെങ്കിലും കുടിക്കാമല്ലോ എന്ന് കരുതി. വീട്ടിൽ നിന്ന് കുറച്ച് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് വയ്യാത്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അരിയെല്ലാം ഞാൻ കഴുകി കുക്കറിലേക്കാക്കി. അതുപോലെ തന്നെ ഞാൻ ചെറുപയറും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കുക്കറിൽ ഇട്ട് ഒരു 3-4 വിസിലടിക്കാമെന്ന് കരുതി. അത് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ റൂമിലേക്ക് പോയിട്ട് എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. ആ സൈഡ് തുടങ്ങണോ ഈ സൈഡ് തുടങ്ങണോ. നമ്മുടെ കുക്കറിൽ അരിയും പയറും എല്ലാം ഇട്ടിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ട് 5-6 വിസിലടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. വിളിച്ചപ്പോൾ പയറിന് അത്യാവശ്യം ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 4 വിസിലൊക്കെ അടിക്കാമെന്ന് കരുതി. അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം പനിയൊരു രക്ഷയില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചൊരു പാരസിറ്റമോൾ കഴിച്ച് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം ഒരു പാരസിറ്റമോൾ പൊട്ടിച്ച് കഴിക്കും. ടയേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ആയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒതുക്കാനൊന്നും തോന്നുന്നുണ്ടല്ല. പിന്നെ എനിക്കിങ്ങനെ റൂം അലമ്പായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഒതുക്കി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡിലുള്ള സാധനങ്ങളെല്ലാം താഴത്തേക്ക് ഇട്ടിട്ട് ഞാൻ ബെഡൊക്കെ വൃത്തിയാക്കി വിരിച്ചിടുന്നുണ്ട്. ഞാനിത് വന്നപ്പോൾ ഞാൻ വിരിച്ചിട്ടതാ. പിന്നെ എൻ്റെ ബാഗൊക്കെ വെച്ചുകൊണ്ട് കൂടുതലൊന്നും കൂടി കുളമായെന്നുള്ളൂ. പക്ഷേ ഒതുക്കിയൊക്കെ കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടന്നോളും. വേറെ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം അലമ്പാക്കണ വരെ ഇങ്ങനെ കിടന്നോളും. കുറച്ചൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. റൂം അത്യാവശ്യം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അധികം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് എൻ്റെ പഠിത്തം നടക്കില്ല. പിന്നെ പോയത് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം ഫുഡും കഴിച്ചിട്ട് പഠിക്കാതിരിക്കുക എന്നാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം. നമ്മുടെ ചോറും പയറും ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. കാരണം ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ നമുക്കിതൊന്ന് ഇച്ചിരി ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. ചിലപ്പോൾ അരി വെന്ത് കാണാൻ ചാൻസ് ഇല്ല. എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഞാൻ കഴിച്ചു നോക്കിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം ഗൈസ്. പിന്നെ സവോളയും പുളിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി പോലെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പിന്നെ അതും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി കഞ്ഞിയുടെ കൂടെ. അപ്പോൾ ഇന്നത്തെ മീൽ കഞ്ഞിയും ഉള്ളിയും
പുളിയുമായിട്ടുള്ളൊരു എന്താ പറയുക, ചമ്മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സാധനം. ഇതാണ് ഇന്നത്തെ എൻ്റെ മീല്. പനിയാണെങ്കിലും നമ്മൾ കുളിക്കും ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നേരെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ പഠിക്കാൻ വേണ്ടി അവർ 10-15 മിനിറ്റ് അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചൂടായി, എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ബുക്ക് അടച്ചു വെച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.